ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ മൈ ലൈഫ് ആയാലോ. ഇപ്പോഴാണെങ്കിൽ ലോങ് വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. മോണിറ്റൈസേഷൻ ആവുന്നത് വരെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഇൻട്രസ്റ്റൊക്കെ കുറഞ്ഞു വരുന്നത് പോലെ തോന്നുന്നു, എന്താണെന്നറിയില്ല. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഫസ്റ്റ് തന്നെ പല്ലേക്കാണ്. ഞാൻ എപ്പോഴും എഴുന്നേറ്റിട്ടാകുമ്പോൾ പല്ലേക്കും കേട്ടോ, അല്ലെങ്കിൽ എനിക്കൊരു വല്ലാത്തൊരു അസ്വസ്ഥത പോലെ. അങ്ങനെ പല്ലേച്ച് മുഖമൊക്കെ കഴുകിയിട്ട് ഞാൻ ഇന്നലെ രാത്രി കാലിൽ സോക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ ഒരു തണുക്കണ പോലെ തോന്നി, അങ്ങനെ സോക്സ് എടുത്തിട്ടതാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാനത് ഊരി വെക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചെരുപ്പിടാറില്ല കേട്ടോ ഉള്ളിലധികവും. അപ്പോൾ ചിലപ്പോൾ അതിന് മണ്ണ് പറ്റും. അപ്പോൾ സോക്സ് അലക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് സോക്സൊക്കെ ഊരി വെച്ചിട്ട് പിന്നെ നേരെ കിച്ചണിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. കിച്ചണിൽ ഞാൻ പോയിട്ട് ആദ്യം തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളമാണ് എപ്പോഴും ഫസ്റ്റ് അങ്ങനെ തന്നെ കേട്ടോ വെക്കൽ. അങ്ങനെ കുടിക്കുന്ന വെള്ളം നമ്മൾ ഇൻഡക്ഷനിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വെള്ളമാണ് കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് രാവിലെ ഫസ്റ്റ് വെറും വയറ്റിൽ ചൂടുവെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ രാത്രി ചൂടാക്കിയിട്ട് ഈ ബോട്ടിൽ ഒഴിച്ചു വെച്ചാലും വലിയ തണുക്കൂല കേട്ടോ. വെള്ളം ഇച്ചിരി ചൂടൊക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് കുടിച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ ഉള്ളിച്ചമ്മന്തിയും ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉള്ളിച്ചമ്മന്തിക്ക് വേണ്ട ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് പിന്നെ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി തൊലിയൊക്കെ പൊളിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, കുറേ തക്കാളിയൊന്നുമില്ല, അരക്കഷ്ണം തക്കാളി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് ചെറുതായിട്ടൊന്ന് എണ്ണയിൽ വാടി വരുമ്പോഴത്തേക്കും ചായ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാല് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊന്തി വരുമ്പോഴത്തേക്കും ചായപ്പൊടി ഇടാൻ നോക്കുമ്പോഴത്തേക്കും ചായപ്പൊടി ബോട്ടിലില്ല കേട്ടോ, തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പൊട്ടിച്ചിടാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഞാനത് അവിടെ ഓഫാക്കി വെച്ചിട്ട് നീർദോശയ്ക്കുള്ള അരി അരച്ചെടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം ചൂടായി തിളച്ചിട്ടുണ്ടായിരുന്നു, അത് ഓഫ് ചെയ്തു. നമുക്കിവിടെ ഒരു പ്ലഗ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് വെള്ളം തിളച്ചിട്ട് ഓഫ് ചെയ്ത ശേഷമാണ് നീർദോശയ്ക്ക് വേണ്ടിയിട്ട് അരച്ചെടുത്തത്. അങ്ങനെ അരച്ചെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒക്കെ ചേർത്തിട്ട് അവിടെ മാറ്റി വെച്ചു. ദോശ ചൂടാനുള്ള ചട്ടി കഴുകിയിട്ട് ഇത് ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ തണുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മിന്നിന് സ്കൂളില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ എവിടെ ലേറ്റ് ആയിട്ടാട്ടോ എഴുന്നേൽക്കുന്നത്. ലേറ്റാന്ന് വെച്ചാൽ 6:30 എഴുന്നേൽക്കും. അവൾക്ക് 7:50 ബസ് വരുന്നത് ഇപ്പോൾ. അപ്പോൾ അപ്പോഴത്തേക്ക് റെഡിയായാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ലേറ്റായിട്ട് എണീക്കുന്നത്. അപ്പോൾ എഴുന്നേറ്റിട്ട് അവൾ പോകുന്നവരെ നമ്മൾ ഭയങ്കര സ്പീഡിലാട്ടോ പണിയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കലേ ഇല്ല രാവിലെ. കാരണം ഞാൻ ലേറ്റായിട്ട് എണീക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒത്തിരി സമയം വേണമല്ലോ, അതുകൊണ്ട് വീഡിയോ അങ്ങനെ എടുക്കാറില്ല. അങ്ങനെ നമ്മളെ ചമ്മന്തിയൊക്കെ റെഡിയായി. പിന്നെ ചായയും ദോശയൊക്കെ പെട്ടെന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ്. ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ നീർദോശയ്ക്കുള്ള മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ദോശ റെഡിയായി കേട്ടോ. ഇനിയിപ്പോൾ ചമ്മന്തിയും കൂടി ഇട്ടിട്ട് പൂജയ്ക്ക് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. ലേറ്റ് ആയതുകൊണ്ടാണ് കുറേയൊന്നും വീഡിയോ എടുക്കാതിരുന്നത്. അപ്പോഴേക്കും നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു കപ്പ് ചായ എടുത്തിട്ട് പിന്നെ പെട്ടെന്ന് ഞാനിത് പൂജയുടെ ടിഫിനൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചമ്മന്തിയും നീർദോശയും ഒക്കെ ചുട്ടിട്ട് വെക്കുകയാണ്. അല്ല, ചുട്ടിട്ടല്ല കേട്ടോ, ചുട്ടത് അതിലേക്ക് എടുത്തിട്ട് വെക്കുവാണ്. ചട്ടി ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ എല്ലാവർക്കും കുറച്ച് കഴിഞ്ഞിട്ടേ ചുട്ടു കൊടുക്കുന്നുള്ളൂ, പൂജനെ വിട്ട ശേഷം. അങ്ങനെ അത് ബോട്ടിൽ വെള്ളം എടുത്ത് വെച്ചു. പിന്നെ സ്നാക്സിനായിട്ട് ചോക്കോസ് ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് എല്ലാം സെറ്റാക്കി അവിടെ ബാഗിൽ കൊണ്ടുവച്ചു. അവൾ മുടി കെട്ടാനുണ്ട് കേട്ടോ, അവൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മുടി കെട്ടി ഞാൻ ദോശ ഇടുന്ന സമയത്ത് എനിക്ക് മുടി കെട്ടാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കെട്ടി കൊടുക്കാതിരുന്നത്. അങ്ങനെ അതാ മുടിയൊക്കെ കെട്ടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവളെ പെട്ടെന്ന് പറഞ്ഞു വിട്ടിട്ട് എല്ലാവർക്കും ദോശയൊക്കെ ചുട്ടു കൊടുത്തു കേട്ടോ. അങ്ങനെ ഹസ്ബൻഡൊക്കെ കഴിച്ചിട്ട് ഹസ്ബൻഡും പോയി. മിന്നൂട്ടിയാണെങ്കിൽ ഇവിടെ കിടക്കുന്നുണ്ട്. മിന്നൂട്ടിക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് പതുക്കെ ചായ കുടിച്ചാൽ മതിയല്ലോ, അതുകൊണ്ട് ഞാനും മിന്നൂട്ടിയും ചായ കുടിച്ചില്ല കേട്ടോ. ഞങ്ങൾ ഒന്നിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എല്ലായിടത്തും ഒതുക്കി പറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒതുക്കി പറക്കലാണ് എനിക്ക് എപ്പോഴും ലേറ്റ് ആക്കുന്നത്. ഒരുപാട് ഒതുക്കി പറക്കാനുണ്ട്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഹസ്ബൻഡ് പോയപ്പോൾ തന്നെ ഒതുക്കി പറക്കാൻ തുടങ്ങി കേട്ടോ. എന്നാലേ പെട്ടെന്നാവും. നമുക്ക് 11:30 ആകുമ്പോഴത്തേക്ക് പോവണം. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു പാർട്ടി ഉണ്ടെന്ന്, അതുകൊണ്ട് ആ പാർട്ടി എന്താണെന്നൊക്കെ കാണണമെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. അങ്ങനെ ഒതുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് ഈ ബെഡ്റൂമിൽ നിന്നാണ്. ആദ്യം ഞാൻ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ചു. പിന്നെ നമ്മളെ ബെഡ്ഷീറ്റൊക്കെ ശരിയാക്കുകയാണ്. മിന്നൂട്ടി അവിടെ കിടന്നുകൊണ്ട് ഇത് എടുത്ത് കുടയാൻ പറ്റിയില്ല. അങ്ങനെ അവിടത്തേക്ക് തന്നെ ഒതുക്കി ശരിയാക്കി വെച്ചു കേട്ടോ.
മിന്നു ആണെങ്കിൽ നോക്കുന്നത് കൊച്ചു ടി വി ആണ്. കൊച്ചു ടി വി നോക്കി അവിടെ കിടന്ന് ഉരുളയും തലകുത്തി മറിയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ റൂം ശരിയാക്കിയിട്ട് നേരെ ഇപ്പുറത്തെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ആദ്യം എല്ലാം ഒതുക്കാം, പിന്നെ നമുക്ക് അടിച്ച് വാരാന്നൊക്കെ വിചാരിച്ച് നിൽക്കുവാണ്. എനിക്കാണെങ്കിൽ ഒത്തിരി സമയം എപ്പോഴും പോകുന്നത് ഒതുക്കലാണ്. അടിക്കുന്നതും തുടക്കുന്നതും എനിക്ക് വലിയ ടൈം തോന്നുന്നില്ല. ഈ ഒതുക്കൽ ഭയങ്കര പാടാണ്. ഞാൻ ഇന്ന് ഒതുക്കി വെച്ചതുപോലെ ആയിരിക്കില്ല നാളെ ഇതിരിക്കുന്നത്. പൂജേരി ഷെൽഫ് ഞാൻ എത്ര ഒതുക്കിയാലും ശരിയാവത്തില്ല കേട്ടോ. അപ്പത്തേക്ക് തന്നെ അവള് വാരി അങ്ങോട്ട് വലിച്ചിടും. ഒന്നെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും നോക്കുന്നത്, അതിൻ്റെ ഇടയിൽ ഒരു 3 എണ്ണം വലിച്ചിട്ട് അങ്ങിടും. അത് ശരിക്കും വെക്കത്തില്ല കേട്ടോ വലിച്ചത്. അതാണ് എനിക്ക് എപ്പോഴും പണിയാവുന്നത്. അങ്ങനെ അതൊക്കെ ശരിയാക്കി അവിടെ അടച്ചു വെച്ചിട്ട് പിന്നെ ബെഡ്ഷീറ്റും പുതപ്പും ഒക്കെ ശരിയാക്കുകയാണ്. അങ്ങനെ എല്ലായിടത്തുള്ള ഒതുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതാ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കിച്ചണിൽ നിന്നാണ് ആദ്യം അടിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. മിന്നൂട്ടാണെങ്കിൽ ഇപ്പോൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നേരെ കസേരയിൽ പോയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലായിടത്തും അടിച്ചു വാരിയിട്ട് നമ്മളിതാ കാട്ടൻ കോരിയിലെല്ലാം കോരിയിട്ടുണ്ട്. പിന്നെ പുറത്തും കൂടി ഒന്ന് അടിച്ചു വാരാമെന്ന് വിചാരിച്ചു. കുറച്ച് പൊടി ഉണ്ടായിരുന്നു, അത് കാട്ടൻ കോരിയിൽ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ പുറത്തോട്ട് തട്ടിയിട്ട് ഇതാണ് നമ്മുടെ ഫ്രണ്ട് കേട്ടോ. ഫ്രണ്ട് തുറന്നാൽ നമുക്ക് അടുത്ത റൂം കാണാം. അങ്ങനെ അതൊക്കെ അടിച്ചൊരു മൂലൊക്കെ ആക്കിയിട്ട് ഞാൻ അതും അവിടെ നിന്ന് വാരിയിട്ട് വന്നു കേട്ടോ. നേരെ വേസ്റ്റ് കൊണ്ടിട്ടു. പിന്നെ ഇത് ഇന്നലെ കുറേ കച്ചറകൾ ഞാൻ ഈ കാർഡ്ബോർഡ് പെട്ടിയിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടുപോയി പുറത്ത് വെച്ചു കേട്ടോ. ഇനിയും വേസ്റ്റ് നമുക്ക് എടുത്തു വെക്കാനുണ്ട്, വേസ്റ്റുകാർ വന്നിട്ടാകുമ്പോൾ കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെ അലക്കാനുള്ള തുണിയൊക്കെ ഞാൻ സർപ്പിലിട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഇനി അലക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഇളക്കുന്നൊന്നുമില്ല. പൂജേരി മിന്നുവിൻ്റെ ജീൻസിനൊക്കെ മണ്ണുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ സർപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് തേച്ച് കഴുകുന്നുണ്ട്. എന്നിട്ട് എല്ലാം ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടുന്നുണ്ട് കേട്ടോ ഇളക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എല്ലാം ഒരു മണ്ണ് മാത്രം നോർമലി അങ്ങ് തേച്ച് കഴുകുന്നതേ ഉള്ളൂ, മണ്ണ് പോകാൻ വേണ്ടിയിട്ട്. കുറേ അധികം മണ്ണൊക്കെ പിടിച്ച് മിന്നുവിൻ്റെ പാൻറ്റും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു മണ്ണ് പിടിച്ചത്. അപ്പോൾ അതൊക്കെ ഞാൻ നല്ലതുപോലെ തേച്ച് കഴുകി. അല്ലാത്തത് നോർമലായിട്ട് വെറുതെ ഒന്ന് ഇങ്ങനെ കുത്തിത്തിരുമ്പി അതിനകത്തോട്ടിട്ടു. മെഷീനിൽ ഇടുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട്.
അങ്ങനെ നല്ല തുണിയൊക്കെ അലക്കി കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം ഇത് നമ്മുടെ അടുക്കളയിലൊക്കെ തുടക്കുന്നതും പിന്നെ ഞാൻ അടുക്കളയിൽ വിരിച്ചിരുന്ന തുണിയാണ് ഈ തുണി കേട്ടോ. അപ്പം മിനിയാന്ന് എൻ്റെ കയ്യിൽ നിന്നൊരു മുട്ട പൊട്ടിയിട്ട് ഇങ്ങനെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതൊന്ന് കഴുകി വെക്കാമെന്ന്. അങ്ങനെ ആ തോർത്തും ഈ തുണിയും നല്ല വൃത്തിക്ക് കഴുകി കേട്ടോ. അത് മെഷീനിലൊന്നും ഇടാൻ പറ്റില്ലല്ലോ. അവിടെ നല്ലതുപോലെ കഴുകി, നന്നായിട്ട് മണ്ണും ഉണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ എൻ്റെ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അലക്കൽ അറിഞ്ഞെങ്കിൽ നോർമൽ അലക്കൽ, ഇനി നമുക്കത് മെഷീനിലിട്ടിട്ട് ഒന്ന് അലക്കിയെടുക്കണം. പിന്നെ മറ്റേ തുണിയൊക്കെ ഞാൻ ഒലുമ്പിയിട്ട് പുറത്ത് കൊണ്ടിട്ട് കേട്ടോ. മെഷീനിൽ എല്ലാ തുണി ഇടുമ്പോഴും നമ്മൾ മറിച്ചിട്ടിടണമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ജീൻസ് മറിച്ചിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാ തുണിയൊന്നും അങ്ങനെ മറിച്ചിട്ടൊന്നും ഇട്ടിട്ടില്ല, അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ കിട്ടുമ്പോൾ മാത്രമേ ഞാൻ അങ്ങനെ ഇടാറുള്ളൂ കേട്ടോ. അല്ലാതെ അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ ഇടുന്ന ഒരാളൊന്നും അല്ല ഞാൻ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് മിന്നൂട്ടിൻ്റെ പല്ലൊക്കെ തേച്ചു. ഞങ്ങൾക്ക് വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മിന്നു എപ്പോൾ വിശക്കുന്നതെന്ന് പറയുന്നത് അപ്പോഴാണ് ഞാനിപ്പോൾ ചായ കുടിക്കാറുള്ളത് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് തോന്നുമ്പോൾ ചായ കുടിക്കും. ഇപ്പോൾ മിന്നു കഴിക്കുന്ന സമയത്ത് ഞാൻ അവളുടെ കൂടെ കഴിക്കും. അങ്ങനെ അവൾ പല്ലൊക്കെ തേച്ച് ഞാൻ തോർത്തിയൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തി. അങ്ങനെ പിന്നെ അവൾക്ക് ദോശയും ചമ്മന്തി, അവൾക്ക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. ഞാനാണെങ്കിൽ ദോശ ചുടുന്നതുകൊണ്ട് അവൾ കഴിച്ചു. അവൾ 2-3 ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചമ്മന്തി പകുതിയും തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിങ്ങനെ ചൂടാക്കി വരട്ടി ഒരു ഭയങ്കര ടേസ്റ്റാട്ടോ ഇപ്പോൾ. അപ്പോൾ ഞാനത് എടുത്തുകൊണ്ട് വന്നപ്പോൾ അവളും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവളും കഴിച്ചു. എൻ്റെ ചമ്മന്തി അവൾ പകുതിയും തീർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ചമ്മന്തി ഉണ്ടായിരുന്നില്ല കേട്ടോ ചായ ദോശ തിന്നാൻ വേണ്ടിയിട്ട്. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പാത്രം കഴുകാൻ വന്നു. രാവിലെ അവർ ചായ കുടിച്ച പാത്രമൊക്കെ ഞാൻ അപ്പം തന്നെ കഴുകി വെച്ചതാണ്. അതുകൊണ്ട് ഒരുപാട് പാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് പാത്രം കഴുകി അടുക്കളയൊക്കെ ഒന്ന് കഴുകി. അതിനിടയിൽ ഞാൻ ചോറും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. മട്ട അരിയാണ് വെച്ചത്. അപ്പോൾ അത് വേവാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കുക്കറിലത് വെച്ചു. കുറച്ചധികം വെള്ളം ഒഴിച്ചുകൊണ്ട് ഒരു വിസിലടിപ്പിച്ച് അത് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതാ ചായപ്പൊടി, രാവിലെ പൊട്ടിച്ച ചായപ്പൊടിയുടെ കൊട്ടയിൽ ഇതുവരെ ഞാൻ ബോട്ടിൽ ഇട്ട് വെച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടുക. അപ്പോഴേക്കും ചോറൊക്കെ വെന്ത് കിട്ടും. ഇപ്പോൾ വിസിലടിച്ച് ഇറക്കി വെച്ചതല്ലേ, വിസിലൊക്കെ പോകണമല്ലോ, അതൊന്ന് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം നമുക്ക് തോര അതിൽ ഇട്ടിട്ട് വിസിലടിപ്പിക്കാൻ വേണ്ടിയിട്ട്. കുക്കർ ഒന്നായതുകൊണ്ട് കുറച്ച് മെനക്കേടുള്ള പരിപാടിയാണ്. കാരണം ഒന്നായിട്ട് വേണമല്ലോ മറ്റത് ചെയ്യാൻ വേണ്ടിയിട്ട്. കുക്കർ പരിപാടി ആകുമ്പോൾ
അങ്ങനെ എൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് വാഷ് ബേസിനൊന്ന് കഴുകി വിട്ടു. പിന്നെ ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാ റൂമിലും ഉണങ്ങാൻ വേണ്ടിയിട്ട് തുടച്ചതുകൊണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തരിപ്പ പാത്രത്തിലേക്കൊന്ന് ഊറ്റിയെടുക്കാം കേട്ടോ. പിന്നെ അത് ഒഴിച്ച ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളിത് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് തോര ഞാൻ രാവിലെ വെള്ളത്തിലിട്ടതായിരുന്നു. അത് കഴുകിയിട്ട് കുക്കറിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഇത് ഫസ്റ്റ് വിസിലടിക്കുന്നത് തോര ഇട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് വിസിലടിപ്പിക്കും കേട്ടോ, ഒരു 5-6 വിസിൽ. അപ്പോഴത് വേവത്തുള്ളൂ. അതിൽ ഉപ്പൊന്നും ഇട്ടാൽ പെട്ടെന്ന് വേവില്ല. ഇനിയിപ്പോൾ ഇത് വിസിലൊക്കെ അടിച്ചിട്ടാകുമ്പോഴത്തേക്കും ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു. കാരണം ലേറ്റായി നമുക്ക്, അതുകൊണ്ടാണ് പിന്നത്തെ വീഡിയോസ് ഒന്നും എടുക്കാതിരുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ തോരയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുക്കറിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിലേക്ക് ആവശ്യമായ നമ്മൾ തക്കാളി, പച്ചമുളക്, പിന്നെന്താണ് വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടു. തേങ്ങ വേണമായിരുന്നു, പക്ഷെ തേങ്ങ ഇല്ലായിരുന്നു കേട്ടോ. മഞ്ഞപ്പൊടി, ഉപ്പും എല്ലാം ഇട്ടു കേട്ടോ. അതൊരു 5-6 വിസിലടിപ്പിച്ച് ഇറക്കി വെച്ച് അതിന് വിസിലൊക്കെ പോയ ശേഷം തുറന്നിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ തേങ്ങ ഉള്ളവർ തേങ്ങയും കൂടി ചിരവിയിടാം കേട്ടോ. ഞാൻ ഒരു ദിവസം പുളിവെള്ളം ഉണ്ടാക്കുന്നത് കാണിക്കാം. പിന്നെ തേങ്ങ ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ആദ്യം ഗ്യാസിലത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ പാർട്ടിക്ക് പോകാൻ ടൈമായി കേട്ടോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മേക്കപ്പ് ഒക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ തുണിയൊക്കെ ഇനി വിരിച്ചിടാനുണ്ട്. പിന്നെ മിന്നൂട്ടീനെ അതിൻ്റെ ഇടയ്ക്ക് കുളിപ്പിച്ചു. അങ്ങനത്തെ എന്തൊക്കെയോ പണി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് കുറേ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നില്ല. ഇപ്പം ഞാൻ റെഡി ആയിട്ടോ. അപ്പോൾ ഇനി പെട്ടെന്ന് നമുക്ക് പോയിട്ടൊന്ന് തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് വരാം. അപ്പോൾ എൻ്റെ മുടിയൊക്കെ ഒരുവിധം ഉണങ്ങുമായിരിക്കും. അവിടെ നല്ല വെയിലുണ്ട് മുകളിൽ. അപ്പോൾ തുണി വിരിച്ചിടുന്നതിൻ്റെ ഇടയിൽ കുറച്ച് വെയിലൊക്കെ കൊണ്ടാൽ പെട്ടെന്ന് ഉണങ്ങും കേട്ടോ. അപ്പം നമ്മളിതാ ഷൂ ഉണ്ടായിരുന്നു കഴുകി വെച്ചിട്ട് ആ ഷൂവും തുണിയൊക്കെ എടുത്തിട്ട് ഞാൻ വിരിച്ചിടാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ വിരിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ തോര പുളിവെള്ളം വിസിലൊക്കെ അടിച്ചിട്ട് ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പുളിയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ നമ്മളിത് മുട്ട ഓംപ്ലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് 2 മുട്ട പൊട്ടിച്ചു. പിന്നെ പച്ചമുളക്, സവാള കട്ട് ചെയ്തതൊക്കെ ഇട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കലക്കിയിട്ട് അവിടെ വെക്കുന്നുണ്ട്. ഞാൻ വരുന്നതിന് മുമ്പ് ഹസ്ബൻഡ് വന്നാൽ ആക്കിയിട്ട് കഴിച്ചോളും. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചു. നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുവാണ്. അപ്പോഴത്തേക്കും 11:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊന്ന് നോക്കിയേക്കാം, ഇത് എന്തായിന്ന് അറിയില്ലല്ലോ. ഇതിലേക്ക് വറവിടണം. വറ്റൽമുളകായിരുന്നു ഇടേണ്ടത്, വറ്റൽമുളക് പൊടിച്ചത്. പക്ഷെ അത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചട്ടി വെച്ചിട്ട് എണ്ണ ചൂടായിട്ടാകുമ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ തോര പുളിവെള്ളവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് അതിൻ്റെ ഇടയ്ക്ക് മിന്നൂട്ടിന് റെഡിയാക്കി. പിന്നെ ഞാനും റെഡിയായി. ഇനി നമ്മൾ പുറപ്പെടാനുള്ള സമയമായിട്ടോ. പോകുമ്പോൾ ഇത്തിരി സിന്ദൂരം കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. മിന്നൂട്ടിക്ക് എന്തോ വാശി ഉണ്ടായിരുന്നു ഇറങ്ങുന്ന സമയത്ത്. എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്തോ മുഖമൊക്കെ വാടിയിട്ട് കരയണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ശരിയായിട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ അടുത്തുള്ള അക്കയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരുമാണെന്ന് തോന്നുന്നു ലേറ്റ് ആയത്. ബാക്കി എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 ആളും പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മേഡം വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ മേഡം ഇന്ന് ഇവിടെ വരുന്നുണ്ട്. അപ്പം അവർ പോസ്റ്റിംഗ് പോവുകയാണ്. അവർക്ക് പാർട്ടി കൊടുക്കുകയാണ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. അതിൻ്റെ ഒരു പാർട്ടി ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ പാർട്ടിയുടെ വീഡിയോ ഒക്കെ ഞാൻ കുറച്ചായിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. കുറച്ച് ചെറുങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട കാര്യം അങ്ങനെ മേഡത്തിനെയൊക്കെ യാത്രയാക്കിയിട്ട് ഞാൻ നേരെ വന്നിട്ട് ചോറ് കഴിക്കാൻ പോവാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. പെട്ടെന്നൊന്നും വന്നില്ല കേട്ടോ. കുറേ ലേറ്റ് ആയിരുന്നു വരാൻ വേണ്ടിയിട്ട്. അവിടെ ഇരുന്നിട്ട് സുനിതയുടെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ലേറ്റ് ആയിട്ടാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് മുട്ടയൊക്കെ പൊരിച്ച് ഞങ്ങൾ ചോറൊക്കെ പിന്നെ പൂജയൊക്കെ വന്നു. പൂജയ്ക്ക് ചോറൊക്കെ കൊടുത്ത് അവൾക്ക് കുറച്ച് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് 26-ാം തീയതി മാത്സ് എക്സാമാണ്. അപ്പം ഞാൻ കുറച്ചൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്തു. മാത്സിലായിരുന്നു ഞാൻ വീക്കാണ്, എന്നാലും അറിയുന്നത് പോലെയൊക്കെ കുറച്ച് പറഞ്ഞു കൊടുക്കുകയാണ്.
അപ്പോഴത്തേക്ക് മിന്നൂട്ടി പറഞ്ഞു എനിക്കും പഠിക്കണമെന്ന്. കുശുമ്പാണ്, ഇവക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവളും വന്ന് അതിൻ്റെ ഇടയിൽ ഇരിക്കും കേട്ടോ. അങ്ങനെ രണ്ടുപേർക്കും കൂടി കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ.